റൂം ഒരുപാട് പ്ലസന്റ് ആയിട്ടുണ്ടല്ലോ അങ്കിൾ. ഞാൻ യൂസ് ചെയ്ത റൂമാ ഇത്. നീ വരുന്നെന്ന് അറിഞ്ഞപ്പോ പുതിയ ടിവി, പുതിയ ടേപ്പ് എല്ലാം വാങ്ങി വെച്ച് കളിക്കുകയാണല്ലോ. അതെയോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്കിൾ, എനിക്ക് വേണ്ടി ഒന്നും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണ്ടെന്ന്. നീ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. നല്ല മണം വരുന്നുണ്ടല്ലോ അങ്കിളെ. കരിമീനാണോ? സുമതി നിനക്കായിട്ട് അടുക്കള സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കോ? വാ നമുക്ക് നോക്കാം. വേടാ അങ്കിള് ബാംഗ്ലൂരിലോട്ടൊന്നും വരുന്ന ഐഡിയ ഒന്നും ഇല്ലേ? വെള്ളം എടുത്തോണ്ട് വാ. എടുത്ത് കുടിച്ചോ. എടാ നീ ഒരു കൊച്ചാണോടാ? ഇത് എവിടെയാ വെക്കേണ്ടത്? സേട്ടു കുറച്ച് വെള്ളം എടുത്തതാ. ചെവി കേക്കല. സുമതി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ആ വലിയ അത്യാവശ്യം വന്നെടുത്ത് കുടിയടാ. 2 കൈയുള്ളൂ, 40 ജോലി നോക്കണം. എത്ര ക്ഷീണിച്ചു വന്നിരിക്കേ ചേച്ചി. കുടിക്കാൻ വെള്ളം ചോദിച്ചാ കൊടുക്കില്ലേ? ഞാൻ പറയണ കേക്ക് സൂസി. അവന്റെ അടുത്ത് അധികം കളിക്കാൻ നിക്കല്ലേ. കളിക്കാൻ നിക്കുവല്ല, ഓരോരുത്തരെ കണ്ടാ എനിക്കറിയാം നല്ലവനാണോ. അയാള് നല്ലവനാ. എന്ത്? അവൻ നല്ലവനെന്നാ? കുടുങ്ങി തന്നെ. അല്ല, വെള്ളം ചോദിച്ചിട്ട് ഇവിടെ ആരും എടുത്തു തന്നില്ല, അതാ ഞാൻ കൊണ്ടുവന്നത്. നല്ല മനസ്സാണല്ലോ സൂസി. ആ പിന്നെ സൂസി, ആ ഫാൻ ഒന്ന് ഇടുവോ? എന്തൊരു ചൂടാ. സൂസി എന്താ? ആ ഫാൻ ഒന്ന് ദേ ഇങ്ങോട്ടൊന്ന് തിരിക്കുവോ? ദേ ഇങ്ങനെ. ആ ദേ സൂസി ലെഫ്റ്റിലോട്ട് തിരിക്കേ. ആ കുറച്ചുകൂടെ, കുറച്ചുകൂടെ. ആ അങ്ങനെ തന്നെ, സ്റ്റഡി. സൂസി ദേ ഈ ടീപ്പ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടേ. എന്താ വേദന സൂസി? ആ ആ ഒന്ന് സഹായിച്ചുകൂടെ? ഓ കൂടിപ്പോയെന്ന് വിചാരിക്കണോ? വേണ്ട, ഞാൻ പൊക്കി വെച്ചോളാം. സൂസി ഇവന്റെ കയ്യിൽ നിന്ന് മോചനം കിട്ടുന്ന തോന്നുന്നില്ല. നീ തന്നെ. സൂസി ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നേ? ആ ടേബിളിന്റെ പുറത്ത് കൊട്ടൻ ചുക്കാതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. എഴുന്നേക്കാൻ പറ്റില്ല സൂസി, നടുവിനും വേദനയുണ്ട് സൂസി. ആ സൂസി നല്ല വേദനയുണ്ട്, ഒന്ന് തിരുമ്മി മസാജ് ചെയ്ത് തരുമോ? അല്ല ഞാൻ കയ്യോങ്ങി ഇടിച്ചില്ലേ, അപ്പൊ ഇവിടെ ഉളുക്കിപ്പോയി, അതുകൊണ്ടാ പ്ലീസ്. ആ എന്താ സേട്ടു, വിശേഷം വല്ലതും ഉണ്ടോ? വീട്ടിൽ കരിമീൻ വാങ്ങിയെന്ന് അറിഞ്ഞല്ലോ. അത് വെറുതെ പറഞ്ഞതാ, നമുക്കൊന്നും കിട്ടത്തില്ല, എല്ലാം കൂടെ വെട്ടിപ്പിടിക്കും. സൂസി നിന്ന് വായി നോക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. സൂക്ഷിച്ച് ഇളകിപ്പോകല്ലേ, ലേശം കൂടെ താവട്ടെ. ആ ഒന്ന് തിരുമാൻ പോലും അറിയില്ലേ നിനക്ക്? ഏയ് ഇതെന്താ തിരുമാൻ പറഞ്ഞപ്പോ ഇറച്ചി കൊത്തുന്ന പോലെ കൊത്തുന്നേ? കൊള്ളാലോ, നല്ല സീനാണല്ലോ. അടി മേടിച്ചമാറ കൈയും കാലും ഒടിഞ്ഞിരിക്കുക. അപ്പൊ നിനക്ക് ഇന്നത്തെ അടിപിടിയിൽ പവർ നിനക്ക് കുറച്ച് വേറൊന്നുമല്ല. ആ പെണ്ണ് തല്ലാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല. കലക്കിന്നോ ഒന്ന് തന്നാലുണ്ടല്ലോ, കുറച്ച് കാണാൻ വൃത്തിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സാധനത്തിന് വേണ്ടിയാണ് എത്ര വലിയ ബിൽഡപ്പ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പെണ്ണ് പെണ്ണല്ലേ? അത് ശരി അല്ലേ സൂസി? അതാരാ പെണ്ണ്? നീ തന്നെയാ. എന്ത്? ഞാനോ? എല്ലാത്തിനും അഹങ്കാരോ അല്ലേ? എന്നെ പാപം, അവിടെ അമ്മ മരിച്ചതിന് ശേഷം ഓരോരോ പ്രശ്നം കൊണ്ട് അവിടെ ജീവിതമായി മടുത്തുപോയി. ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ചിരി സന്തോഷവും അവിടെ മുഖത്തുണ്ടാകണം. ശ്രദ്ധിച്ചു? നിന്റെ ആഗ്രഹം തീർന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ കുറച്ചു നേരം നിക്ക് പോകലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ കേട്ടില്ലല്ലോ, അനുഭവിച്ചോ? അടിപൊളിയായിട്ടുണ്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കാ സൂസി. ഈ വർഷം ഒന്നല്ല, കഴിഞ്ഞ വർഷവും ആരും എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. ആർക്കും അതിന് കൈപൊങ്ങില്ലല്ലോ. എന്താ എടാ നിക്കാൻ പറഞ്ഞില്ലേ? ബില്ലുവിന്റെ ദേഹത്ത് കളറടിച്ചു, ഈ ഏരിയ മുഴുവൻ കളറടിക്കണം. വാടാ വാ. സുസി നിക്ക്, ഈ ചായം തേച്ച് പോയ കണ്ടുപിടിക്കൂ. ബില്ല് നിന്റെ മുഖത്ത് നല്ല കളറുണ്ട് കേട്ടാ. മിണ്ടാതെ പോകുന്നുണ്ടോ? വാ വാ വാ. എവിടാ ബില്ലു? സേട്ടുവിന്റെ വീടിനടുത്താ ദാ വരുന്നു. എന്തിനാ വെള്ള ഷർട്ട് ഇട്ടോണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര വെണ്മയാണ്, ഒരു വിഷമവും ഇല്ല. എപ്പ തേച്ചെന്ന് ചോദിച്ചാ മതി.
സേട്ടുവിന്റെ വീടോ? ആ വാ വരുന്നു. ബില്ലു ഒരു സംഭവം നടന്നു. എന്താ? അമ്മായിച്ചപ്പോ കുടിച്ചിട്ട് കുഴി വീണ് കാലൊടിഞ്ഞു. ആഹാ, സേട്ട് ഇപ്പോ കാലൊടിഞ്ഞതിനും ഫൈനാൻസ് ചെയ്യുന്നുണ്ടോ? ആ, കഞ്ഞില് മുക്കി തേച്ചെടുത്തതാ. ഞാൻ വന്നു കഴിഞ്ഞു. ആ, ഞാനിവിടെ എത്തി. നീ കാര്യം എന്താണെന്ന് പറ. നീയല്ലേ പറയേണ്ടത്? ഞാനെന്തിനാ പറയുന്നത്? നല്ല ഷർട്ട് ഇട്ടിട്ട് എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? എന്നോട് ആരാ വരാൻ പറഞ്ഞത്? എടോ ഏ? നിങ്ങൾക്ക് ആർക്കും എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. വേണ്ട, ഊരുന്നതാണ് നല്ലത്. ഇങ്ങനെ മൂടി പൊതിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓപ്പൺ ദ സ്ക്രീൻ. എന്നോട് കളിക്കാൻ നിൽക്കരുത്, പറഞ്ഞേക്കാം. ഊരടാ. അയ്യോ, വേഗം മുണ്ട് കൊണ്ടുപോടാ. ജനിച്ചുപടി നിൽക്കുന്ന കണ്ടില്ലേ? ഇതെന്താടാ, കണ്ടത്തിന് നോക്കൂത്തിയ പോലെ ഉണ്ടല്ലോ. എടാ പോയി ഒഴിക്ക്. നീ കൃത്യ സ്ഥലത്ത് തന്നെ നമ്മൾ ഒഴിച്ചു സൂസി കല്ലുകൊണ്ട് അടിച്ചേ. ഇത്രയും വലുതാ? ചെറിയ കല്ലുതാ ഇത്. ഇപ്പൊ നോക്കിക്കോ, ഇത് എത്ര ദൂരം വരെ പോകുന്നു നോക്കിക്കോ. എവിടെ അടിക്കണം പറ. മൊട്ട തലയണെ അടിക്ക്. പോടാ, ആൾക്കാരെ കണ്ടില്ലേ? വേറെ എവിടെങ്കിലും പറ. മേലത്തെ വീട്ടിലത്തെ ജനലിൽ അടിക്ക്. അങ്ങോട്ടെങ്ങും അടിക്കാൻ പാടില്ല. വേറെ എവിടെങ്കിലും പറ. ആ ബോർഡിൽ അടിച്ചാലോ? വേണ്ട, അത് വേണ്ട. നോക്ക്, ആ ബൾബിൽ അടിച്ചാലോ? അയ്യോ, അത് ബില്ലുവിന്റെ വീടാ. വേണ്ട വേണ്ട. പോടാ. ബൾബ് പൊട്ടിപ്പോയി ചേച്ചി. മിണ്ടാതെ നമ്മുടെ കഥ തീർന്നു ചേച്ചി. എടാ, നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. അയ്യേ, ഞാൻ എന്തിനു പേടിക്കണം? ചേച്ചിയല്ലേ അടിച്ചത്. അടിക്കാൻ പറഞ്ഞത് നീയല്ലേ? ഞാൻ തലക്കിട്ട് അടിക്കാനാണോ പറഞ്ഞ? ഇനി എന്താടാ ചെയ്യുന്നത്? ബില്ല് അറിഞ്ഞെങ്കിൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കും. നീ കൂടുതൽ സംസാരിക്കാനാ, മിണ്ടാതിരി. വേണ്ട സാർ, വായ്പൂർ എസ് ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്. ആളെ കൈ കിട്ടിയാൽ ഗുഡാറ്റിൽ പിടിച്ച് അകത്തിടാം. ഇവിടെ വേണം പണം കൂടാച്ച. നമ്മുടെ ഈ നാട്ടിൽ വന്ന് ഒരുത്തൻ എന്റെ ബില്ലൂരെ അടിച്ചു പോയി, അറിയാമോ? അവിടെ എങ്ങനെയാണ് വെറുതെ കൊടുത്തത്? മതി സുമതി, ഒന്നുമില്ല, ചൂട് വെക്കണ്ട. മിണ്ടാതിരുന്നേ. ബില്ലേ, അവൻ ആരാന്ന് അറിയില്ല. ബില്ലേ, നമ്മളോട് കുഞ്ഞു കളിക്കാൻ വന്നേക്കുന്നു. അവന്റെ തല കൊയ്തിട്ടേ ബാക്കി. ചുമ്മാതിരിക്കെ. ബില്ലു, എന്നെ ഏൽപ്പിക്കേ, ഞാൻ കാണിച്ചു തരാം. വിടറാ. ബില്ലു എന്നോട് പറ, ചുരുട്ടി എടുത്ത് നിന്റെ കാലിന്റെ ചോട്ടിലിടാം. ഒന്ന് മൂളിയാ മതി, അവന്റെ തല വെട്ടിക്കൊണ്ട് വരാം. ബില്ലുവേട്ടാ നമസ്കാരം. സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ബില്ലുവേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്റെ കരയെ വന്ന് എന്നെ അവരടിച്ചു. ചേട്ടൻ പറഞ്ഞോട്ടല്ല ഞാൻ എല്ലാം നിർത്തിയത്. ഒന്ന് നിർത്താൻ പറ ചേട്ടാ. ബില്ലു, ഇവനെ എനിക്ക് സംശയം. ഇവനായിരിക്കും ചെയ്തത്. ഇയാളല്ലടാ, ഒന്ന് പറഞ്ഞു വിട്. ബില്ലു, ഇവൻ തന്നെയാ. ഒരു ഉത്തരവാദിത്തം താമസിച്ചു വരുന്ന ഇത്രയും ദൂരം വരണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കിയോളാം. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒന്ന് അടുത്ത് വന്ന് എടുക്കടാ. വാടാ, ഇങ്ങോട്ട് വാ. എടുക്കാനല്ലേ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. കാര്യം, ബില്ലുവിന്റെ അമ്മയെ കണ്ട് MLA സഹതാപം നാളെ ഹെഡ്ലൈൻ. പബ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നീ ഒന്ന് ചുമ്മാതിരിക്കുന്നില്ലേ? ഇത് എന്തുമാത്രം പ്രശ്നമായെന്നറിയോ? ഇത് ഞങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. ഈ പ്രശ്നം ഞാൻ അസംബ്ലി കൊണ്ടുപോകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആളെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, വെട്ടി കഷ്ണങ്ങളാക്കി കളയും. ഇന്നിരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അവരെ എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നത് വരെ ഈ ഷർട്ട് ഞാനിടില്ല. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാഹസം കാണിക്കാൻ പോകുന്നത്? എന്താ നീ ഇങ്ങനെ പറയുന്നത്? കണ്ടില്ലേ എത്ര വലിയ കല്ലാണെന്ന്? അതെ, ഇത് തന്നെയാണ് സൂസി. ഇത് ബില്ലുവിന്റെ തലയിൽ വീണ കല്ലിന്റെ പകുതി മാത്രമാണ്. ബാക്കി കല്ല് എന്റെ അച്ഛൻ തുണി അലക്കുവാനായി വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങോട്ടാ കൊണ്ടുപോയത്. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ. മിണ്ടാതിരി. നിർത്തിക്കേ. അവൻ ആരണ്ട അടിച്ചെന്ന് കരുതി വലിയ വാചകം അടിക്കല്ലേ കേട്ടാ. അത് പോയിക്ക് മനുഷ്യ. സുമതി, നീ കൂടി പറയാതെ. എന്തിനാ ഇങ്ങനെ ഒരു ചെറിയ കാര്യം വലിയ കാര്യമാക്കി പോലീസിനടുത്ത് വരെ എത്തിച്ചത്? അവന്മാരെ അടിക്കോ തന്നെ എന്ത് വേണം ചെയ്യട്ടെ. അവനെ എന്റെ കൈ കിട്ടിയാ കുത്തണ കുടനെ മുഴുവനും പുറത്തെടുക്കും. ഈ സുമതിയുടെ ദേഷ്യം നീ കണ്ടിട്ടില്ലല്ലോ. നോക്കിക്കോ വേണമെങ്കിൽ. ബില്ലുവിനെ തല്ലിയിരിക്കുന്നത്രേ. തല പൊളിച്ച് ഞാൻ അടപ്പത്ത് വെക്കുന്നുണ്ട്. അല്ല
പറയൂ സൂസി. നിനക്കെന്താ വല്ലാത്തൊരു ടെൻഷൻ? ഇതൊക്കെ വെറും നിസ്സാര കാര്യമല്ലേ സൂസി? ഇവന്മാരിങ്ങനെ കണ്ടു പോകട്ടെ, നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട സൂസി. നമ്മൾ ആരാ? നമ്മളെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? എത്ര യുദ്ധവും വെടിവെപ്പും ഒക്കെ കണ്ടതാ. ഒന്ന് കണ്ണടച്ച് ഉറങ്ങിയ നേരം കൊണ്ട് ചെറിയൊരു തട്ട് കിട്ടി. എൻ്റെ കിട്ടായിരിക്കില്ല. വരാതെ എവിടെ പോകാനാ? എനിക്കതൊക്കെ എളുപ്പമല്ലേ. അവനെ പിടിച്ചു കെട്ടി അടിച്ച് പപ്പട പരുവാക്കില്ലേ. പോയല്ലോടാ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡാമേജ് ആയല്ലോടാ. അനങ്ങാൻ പോലും പറ്റുന്നില്ല. അയ്യോ, നീയൊക്കെ കൂടി എന്നെ കൊല്ലല്ലേടാ. ശരിയാക്കി തരാം. എടി, ഞാൻ ആരാന്ന് നിനക്കറിയോ? വെള്ളം അടിച്ചിട്ട് വഴി കൂടെ നടന്നാ ഇത് തന്നെ നടക്കും. എന്താ നീ ഒച്ച വെക്കുന്നേ? ചതച്ചു കളയും. പെണ്ണായി പോയി. നമ്മളോട് കളിക്കുന്നോ? വെറുതെ വിട്ടാ ശരിയാവില്ല. വണ്ടിയോട് ചാർത്തി ഇവിടെ പൊക്കടാ. ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാ ശരിയാക്കി കളയും. ആഹാ, നീ ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ ആരാന്ന് അറിയാവോ? ഞാൻ ആരാണെന്ന് അറിയാമോ? ആരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നറിയാവോ? ആരാ വിളിക്ക്. ആരെ വേണമെങ്കിലും ഇങ്ങോട്ട് വിളിക്കടി. നോക്കാം. മര്യാദയ്ക്ക് വഴിന്ന് മാറിക്കോ. അവൻ ഇങ്ങോട്ട് വന്നാ ഒറ്റ എണ്ണത്തിന് ജീവനോട് വെക്കില്ല. എന്തടി നീ എന്നെ പേടിപ്പിക്കുകയാണോ? ആ ചട്ടമ്പി എവിടാ? ഇങ്ങോട്ട് വരാൻ പറ. അവൻ ഇങ്ങോട്ട് വരാതെ ഞാൻ ഇവിടുന്ന് ഒരടി പോലും നീങ്ങില്ല. ആ, എവിടെ അവൻ? ഇങ്ങോട്ട് വരാൻ പറ. വേഗം പറയ്. വരുകല്ലോ, കറക്റ്റ് സമയത്താ വന്നേ. ഞങ്ങള് മര്യാദയ്ക്ക് ഈ വഴി അങ്ങോട്ട് പോവായിരുന്നു. ഇവിടെ നേരെ വന്ന് എന്നെ വണ്ടി എടുപ്പിച്ചു. എന്നിട്ട് നമ്മൾ തെറ്റിയത് പോലെയാ. ഇവളുടെ പുറകെ ഏതോ ചട്ടമ്പി ഉണ്ടെന്ന്. ആരാ ചട്ടമ്പി എന്ന് പറ. ചേട്ടാ, ചട്ടമ്പി ഞാനാ. ആ കുട്ടി നമ്മുടെ വീട്ടിലെ ഗസ്റ്റാ. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് വന്നേ. ഇവനാണ് എന്നെ വണ്ടിയുടെ മുമ്പിലോട്ട് പിടിച്ച് തള്ളിവിട്ടത്. എടാ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വയറ്റി കിടക്കണം. അല്ലാതെ എടാ കൊട്ടട മേളം. പേരെന്താ സിസ്റ്റർ? സൂസി. ബില്ലു? സൂസി, വളരെ നന്നായിട്ടുണ്ട്. ഈ വർഷം നമ്മുടെ ആഘോഷം വളരെ ഗംഭീരാക്കണം നമുക്ക്, അല്ലേ ബില്ലു? എന്താ സിസ്റ്റർ, ദേഷ്യത്തിലാണോ? വേണമെങ്കിൽ ഒന്നുകൂടി എടുപ്പിച്ചോന്നേ. കണ്ടില്ലേ? ഒന്ന് അരിച്ചു തരാൻ പറഞ്ഞപ്പോ അവൻ കാർ ഓടിച്ചോണ്ടിരിക്കുക. ഒന്ന് വേഗം ആട്ടെ. വീട്ടിൽ ഓടിക്കാൻ പറ്റില്ലേ? എന്തൊരു കഷ്ടായത്. ബില്ലു, സൂസിയാ വിളിക്കുന്നേ. ബില്ലു, സൂസിയാ വിളിക്കുന്നേ. ബില്ലു, സൂസിയാ വിളിക്കുന്നേ. ബില്ലു, സൂസിയാ വിളിക്കുന്നേ. ബില്ലു. ഓക്കെ, മാർക്കറ്റല്ലേ? ഞാൻ വരാം. ശരി, ഓക്കെ. ബില്ലു, നീ എന്തെങ്കിലും പറഞ്ഞോ? ചുമ്മാ പറ, കേക്കാൻ കൊതിയായിട്ടാ. അമ്മേ. എന്താടാ, എന്തെങ്കിലും കഴിക്കുന്നോ? അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ജോലിയല്ലേ, നീ അച്ഛനോട് പോയി പറ. അച്ഛനോടൊന്നും പറയാൻ പറ്റില്ലമ്മേ. ഉച്ചയ്ക്ക് എന്താ ചോറിന്റെ കൂടെ ഉണക്കമീൻ കറി വേണോ? അയ്യോ, അതൊന്നും അല്ലമ്മേ. അപ്പം ചെമ്മീൻ വറുത്ത് തരട്ടെ? അമ്മേ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറയുമ്പോ മീൻ ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റിയാൽ എങ്ങനെയാ? നിനക്കെന്ത് പറ്റി? ഞാൻ അവരോടെ സ്നേഹിക്കുന്നമ്മേ. അത് കൊള്ളാം. എടാ, എത്ര നേരമായിട്ടാണ് നീ അത് അരിക്കാനിരുന്നത്? വേഗം ആട്ടടാ. അമ്മേ, ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്താ മൈൻഡ് ചെയ്യാത്തെ? താഴെ കളയാതെ അതിലോട്ട് ഇടണം. അമ്മേ, ഞാൻ പറയുന്നത് കേട്ടില്ലേ? സംസാരിക്കുകയാണെന്ന്. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് മുതലാളിക്ക് കൊണ്ട് കൊടു. അമ്മേ, പെണ്ണാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തീർച്ചയായും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നേ. ആരാ? നമ്മുടെ സൂസിയാമ്മേ. ആഹാ, ആ സേട്ടിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന വെളുത്ത പെണ്ണാണോ? അവള് തന്നെയല്ലേ? അവക്ക് തന്നെ ഇഷ്ടാമേ. അതെ, കാപ്പിക്ക് മധുരം മതിയോ? ഞാൻ പറഞ്ഞ കാര്യമൊന്നും മനസ്സിലായില്ലേ? ഒരു റിയാക്ഷനും ഇല്ലാതെ പോകുന്ന കണ്ടില്ലേ അമ്മേ? എടാ, നിനക്ക് കുടിക്കാനാണോ തന്നത്? ചവച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ അമ്മേ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോ അമ്മ എന്താ ശ്രദ്ധിക്കാതെ പോന്നേ? എന്നോട് നീ പറഞ്ഞല്ലോ നീയും സൂസിയും തമ്മിൽ പ്രേമമാണെന്ന്. അതല്ലാതെ വേറെന്തെങ്കിലും ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ആയിരുന്നു കേട്ടോ.
ബിരിയാണിയോ? അതേ ബില്ലു, അതും ഇതും പറഞ്ഞോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്റെ സുസീനം കാര്യം പറഞ്ഞു. അയ്യോ, അതിന്റെ പേര് രാവിലെ സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി തന്നു. ബില്ലു, ചെറിയൊരു കാര്യം പറഞ്ഞാലും ബിരിയാണി ആണെങ്കിൽ നിന്റെ കാര്യം ഡീപ്പായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും മനസ്സിലായില്ല. അമ്മേ, ഒന്നുമില്ല. സ്ഥലം വിടാൻ നോക്ക്. ബിരിയാണി ബാക്കി വല്ല ഇരിപ്പുണ്ടോ? എല്ലും കഷ്ണം ഇരിക്കണ്ട, പോയി കടിച്ചോ. എന്താ ശാന്തി തലേ പൂവൊക്കെ വെച്ച് എങ്ങോട്ടാ എഴുന്നള്ളത്ത്? എന്റെ അച്ഛനോട് ഞാൻ പറയൂ. നിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുരനിറഞ്ഞ് നിൽക്കുമായിരുന്നോടി. അവളെ ഇപ്പോഴും കാണാൻ അടിപൊളിയല്ലേ? ഈ പോക്ക് പോയാ നീ പൊളിയും മോനെ, സംശയിക്കേണ്ടതില്ല. ആ എന്താ മൂന്നേട്ടാ, നടപ്പിനൊക്കെ ഒരു ജാടയുണ്ടല്ലോ. ബില്ലുവിന് ഒരു പ്രേമം.